മനുഷ്യന്റെ വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ചില രീതിയിലാണ്. അപ്പൊ ഞങ്ങൾക്ക് സപ്പോർട്ടായി പറയാമെന്ന് വിചാരിക്കരുത്. ഹൈലി ഇന്റലക്ച്വലായ ആളുകൾ, സൈക്കോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ ഒരുപാട് ഇങ്ങനെ റിസർച്ച് ചെയ്ത് ടെക്കിയായി പോകുന്ന ആൾക്കാരുടെ റൂമുകൾ ചിലപ്പോൾ നല്ല ഡിസൈനായി കിടക്കില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നല്ല ഡിസൈനിൽ കിടക്കൂല. കാരണം ചിലപ്പോൾ പുതപ്പ് അവിടെ ഉണ്ടാവും, തലയണ അവിടെ ഉണ്ടാവും. കാരണം ഇവൻ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുമായിരിക്കും. അങ്ങനെ കുറേ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല ബുദ്ധിശക്തി ഉണ്ടാവും, പക്ഷെ അവൻ്റെ റൂമിൽ കണ്ട് ചെന്നാൽ ഇങ്ങനെ ഏതോ ഒരു ഹിരോഷിമയിൽ ബോംബ് പൊട്ടിയ മയിലുണ്ടാവും. എല്ലാം കൂടി അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും. ചില കുട്ടികൾ അങ്ങനെയാണ്. കാരണം അവർ വിഷ്വൽ ആകണമെന്നില്ല. വിഷ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സൈക്കോളജി ക്ലാസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. കാരണം സൈക്കോളജിയുടെ ഭാഷ പറഞ്ഞെങ്കിലും കുടുംബ ക്ലാസ് ആയിട്ട് എടുത്താൽ മതി. വിഷ്വൽ എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ എപ്പോഴും ഇങ്ങനെ നല്ല രസകരമായ കാഴ്ചകളിലൂടെ കടന്നു പോകും. അപ്പം നല്ലൊരു പ്രഭാഷണം നടത്തുമ്പോൾ അവൻ കാഴ്ചയിലൂടെ കടന്നു പോകണമെന്നാണ്. അപ്പം അവന് വാക്കുകൾക്ക് ഒരിക്കലും പതർച്ചയുണ്ടാകില്ല. വാക്കുകൾ തേടിയിട്ട് പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വാക്കുകൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ വാക്കുകളൊക്കെ തെറ്റിപ്പോയെന്നിരിക്കാം. നേരെമറിച്ചിട്ട് രംഗങ്ങൾ കണ്ടുകൊണ്ട് പ്രഭാഷണം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വാക്കുകൾക്ക് പഞ്ഞമുണ്ടാകില്ല. കാരണം എന്താണെന്നറിയോ? അവൻ കാണുന്നത് രംഗങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ, അതേപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു തആലയുടെ സഞ്ചാരങ്ങൾ പറയുമ്പോൾ, ആ സഞ്ചാരങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾക്ക് പ്രയാസമുണ്ടാകില്ല. അതേപോലെ തന്നെയാണ് ചില ആളുകൾക്ക് റൂം എന്ന് പറയുമ്പോൾ ഒരു സങ്കല്പം ഉണ്ടാവും. അതിനനുസരിച്ച് അടുക്കി നമുക്ക് 3 മക്കളുണ്ടെങ്കിൽ ചിലർ കാണാൻ അടുക്കി വെക്കണം, ചിലർ കാണാൻ ആകെ ഡിസോർഡർ ആക്കണം. ചിലപ്പോൾ കാണാൻ പെൺകുട്ടികൾ ചിലപ്പം 12 മണിവരെ കിടന്നുറങ്ങണം. ഇതൊക്കെ ഒരു പ്രകൃതമാണ്. വെക്കേഷൻ ഒന്നും ആവണ്ട. സുബഹി തന്നെ നിസ്കരിക്കൽ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവൂല കേട്ടോ. 6:45 വാച്ചിക്ക് നോക്കലാണ്. സൂര്യന്മക്ക് നോക്കൂല, സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് മാറിയിട്ട് ഒരു ഡിസിപ്ലിൻ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരണം. ആ ഡിസിപ്ലിൻ ഇമ്പോസ് ചെയ്ത് കൊണ്ടുവരരുത്. ശ്രദ്ധിക്കണം എൻ്റെ ഉമ്മമാരെ. എന്താ ഇമ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തിച്ചെലുത്തിയിട്ട് നീക്കട നിസ്കരിക്കട എന്ന് പറഞ്ഞ് അടിച്ച് അവൻ്റെ മേത്ത് പോയിട്ട് വെള്ളമൊഴിച്ച് അത് വെറുപ്പുണ്ടാക്കാനേ സാധ്യതയുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് അവൻ്റെ ഉള്ളിൽ നിന്ന് അത് ഉണ്ടാക്കാനുള്ള പണികളാണ്. ഉള്ളിൽ നിന്ന് നമുക്കുണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സിനെ വിളിക്കണം. ഒരു പക്ഷേ ചിലപ്പോൾ നല്ല ഉപദേശകരായ ഉസ്താദുമാരെ വിളിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോകാം. ആ ഒരു രീതിയിൽ അവൻ്റെ ഉള്ളിൽ നിന്ന് തോന്നണം, രാവിലെ ഞാൻ എഴുന്നേൽക്കണം, സുബഹി നിസ്കരിക്കണമെന്ന്. രാവിലെ എനിക്ക് എഴുന്നേൽക്കണം, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണമെന്ന് അവൻ്റെ ഉള്ളിൽ നിന്ന് തോന്നണം. ആ ഉള്ളിൽ നിന്ന് തോന്നുമ്പോഴാണ് അവിടെ എവിടെയെങ്കിലും എത്തുക. അല്ലാതെ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് കുത്തിച്ചെലുത്തിയിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു ഹാബിറ്റ് വരും, വളരെ ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ ഡൈവേഴ്സിന്റെ അഥവാ കുട്ടികളെ ഒഴിവാക്കുന്നതിന്റെ എണ്ണം വളരെ കൂടി വരികയാണ്. അതിൽ ഒരു റീസൺ എന്താണെന്നറിയോ? ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫ് എന്നാണ്. ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫ് എന്നാൽ നിങ്ങൾ മോശമായിട്ട് മെസ്സേജ് അയച്ചിട്ടൊന്നുമല്ല. നേരം വെളുത്താൽ എണീക്കൂല കുട്ടികൾ, വസ്ത്രം നല്ല പോലെ കഴുകൂല കുട്ടികൾ, കുളിക്കാൻ പറഞ്ഞങ്ങണ്ട് കയറിക്കഴിഞ്ഞാൽ തല പോലും നനക്കാതെ കണ്ട് ഇറങ്ങുന്ന കുട്ടികൾ. ഇതിങ്ങനെ 10,000-കണക്കിന് കുട്ടികൾ ഏറി വരുന്നു എന്നാണ് ഒരു ഡിസോർഡർ ഈസ് മൈ ഓർഡർ എന്നതാണ്. ആ ഓർഡർ ഇല്ലാതെ നടക്കലാണ് എൻ്റെ ഓർഡർ. അതാണ് പെൺകുട്ടികളുടെ ഒരു അവസ്ഥ. ഈ അവസ്ഥ കണ്ട് അവരെ ഒഴിവാക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഒരു കുട്ടിയാകുമ്പോൾ ഒരു ഡിസിപ്ലിൻ വേണ്ടേ? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു ഡിസിപ്ലിൻ വേണ്ടേ? ഇതൊരു ഗൗരവത്തിൽ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പെൺകുട്ടികൾ, ആൺകുട്ടികൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പോലെയുള്ളവരോട് ഞാൻ പറയാം. കാരണം സമയമില്ലാത്തതുകൊണ്ട് സ്പീഡിൽ പറഞ്ഞു പോണത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ കുട്ടികളുടെ ഡിസോർഡർ ഉണ്ടല്ലോ, അതവരുടെ ജീവിതത്തെ തകർക്കുന്നു. കാരണം ഒരു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ രാവിലെ 8 മണി 9 മണി വരെ കിടന്നുറങ്ങുന്നവരെ കുട്ടിയെ കണ്ട് അവസാനം അത് തീരുമാനിക്കാൻ വേണ്ടി മഹലിലേക്ക് വരുന്നു. അങ്ങനത്തെ കുട്ടികളെ ഒരാൾക്കും ഇഷ്ടമല്ല. ഭക്ഷണം വീട്ടിലുണ്ടാക്കി ശീലല്ലേ പെൺകുട്ടികൾ? ഭക്ഷണം വീട്ടിൽ, ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഭക്ഷണം ഏതാണെന്നറിയോ? ഞാനിത് ആ മൈക്കിലൂടെ പറയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് അവൾ കേൾക്കൂല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് ഉറക്കെ പറയാൻ പറ്റും. ലോകത്തിൽ എവിടെ പോയാലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം എൻ്റെ ഭാര്യ ഉണ്ടാക്കി തരും. അതെല്ലാ ആണുങ്ങളുടെ അവസ്ഥ തന്നെയാണ്. എല്ലാ ആണുങ്ങളുടെ അവസ്ഥ അതാണ്. ഇത് നമുക്കൊരു ചായ കാച്ചാൻ അറിയില്ല. ഭർത്താവ് പറയാണ് ഒരു ചായ എടുക്കുമെന്ന്. ഭർത്താവും ഭാര്യയും കൂടിയൊക്കെ കാച്ചാം, പക്ഷേ ഇവൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ സമ്പന്നമായ ഒരു കുടുംബമാണ് ഈ പറയുന്ന മനോരമ ഫാമിലി. അതിലെ പ്രധാനപ്പെട്ട പെണ്ണിൻ്റെ ജോലി എന്താ? പാചകമാണ്. എന്നിട്ട് അത് ക്ലാസ് ഇടലാണ്. അപ്പൊ ഇത് നമുക്ക് പറ്റാത്തൊരു പണി. ഇതൊക്കെ വേലക്കാരികൾ ചെയ്യണമെന്ന് വിചാരിക്കണ്ട. നമ്മൾ ഉണ്ടാക്കണം. ആണുണ്ടാക്കണം, പെണ്ണുണ്ടാക്കണം. രസകരമായിട്ട് ഫുഡ് മേക്കിംഗ് അതൊരു കൾച്ചറാക്കിയിട്ട് മാറ്റണം. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ശീലിക്കേണ്ടതാണ്. ആ അച്ചടക്കത്തിലേക്കില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ദയവ് ചെയ്തിട്ട് എന്നെ എതിർക്കാൻ നിങ്ങൾ നിൽക്കരുത്. നമ്മുടെ നാട്ടിലെ ഡൈവോഴ്സിന്റെ എണ്ണം കൂടിക്കൂടിയേ വരും. ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഡൈവോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കമുള്ള ഒരു ജീവിതം ഉണ്ടാക്കണം. അതിൻ്റെ ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടാക്കണം. ആ അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ സ്നേഹപൂർവമായ ഒരു ഉമ്മയുണ്ടാകണം. ഉമ്മമാരാണ് ഇതിൻ്റെയൊക്കെ ആധിപത്യം. ഉമ്മമാരാണ് ഇങ്ങോട്ടും കൊണ്ടുപോവുക.
നിങ്ങളൊന്ന് നോക്കിയാട്ടെ, ഒരു ഉമ്മ വളർത്തിയതിൻ്റെ പേരിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് എത്തി നോക്കിയത് വല്ലപ്പോഴും ഒക്കെയാണ്. കൊണ്ടുപോയിട്ടല്ലോ വിശ്വാസം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ എന്നിട്ടും ഇഫ് അൽ മാ തുഅ്മർ, നിങ്ങൾ കൽപ്പിക്കുന്നത് പോലെ, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തോളൂ, ഞാനൊരു ക്ഷമയുള്ളവനായി നിങ്ങൾക്ക് കാണാമെന്ന് തൻ്റെ കഴുത്തറുക്കാൻ നേരത്തെ പോലെ നമ്മൾ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ സമയത്ത് പോലും നിന്നുകൊടുത്തത് ഹാജറ ബീവി എന്ന് പറയുന്ന ഒരു പാവം സ്ത്രീ കരഞ്ഞുകൊണ്ട് കുട്ടിയെ വളർത്തിയതിൻ്റെ പരിണിത ഫലമാണ്. നേരെ മറിച്ചിട്ട് ഒരു പിതാവിൻ്റെ മകൻ ജസ്റ്റ് ഒന്ന് തെറിച്ചു പോകുന്നതും ഖുർആനിലുണ്ട്. 950ഓളം വർഷം പ്രബോധനം ചെയ്തിട്ടും തൻ്റെ മകനെ ഭാര്യ നിയന്ത്രിച്ചത് കൊണ്ട് ആ മകൻ നിങ്ങളിൽപ്പെട്ടവനല്ല നൂഹേ എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുമുണ്ട്. എൻ്റെ മകനെ എൻ്റെ കൂടെ ഇർകം മഅന, എൻ്റെ കൂടെ മോനെ കേറിക്കോ കപ്പലിലേക്ക് എന്ന് പറയുമ്പോൾ സഹാബി ഞാൻ എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെട്ടോളാം എന്ന് പറയുന്ന സമയത്ത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ എൻ്റെ മകൻ എൻ്റെ കൂട്ടത്തിൽ തായെന്ന്. ആ സമയത്ത് അള്ളാഹ് പറയുന്ന ഒരു രംഗമുണ്ട് വിശുദ്ധ ഖുർആന്റെ തഫ്സീറിൽ, വിശുദ്ധ ഖുർആന്റെ ആയത്തായി, വിട്ടേക്ക് നൂഹേ, അവൻ നിങ്ങളിൽപ്പെട്ടവനല്ല, നിങ്ങളുടെ സന്തത സഹചാരിയോ നിങ്ങളുടെ കുടുംബത്തിലെ അംഗമോ അല്ല, വിട്ടേക്ക് എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? സ്വന്തം ഉമ്മയുണ്ടല്ലോ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഭാര്യയെക്കുറിച്ച് ഇമ്രഅത്ത നൂഹ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന, ഇമ്രഅത്ത ഫിർഔൻ ഇമ്രഅത്ത നൂഹ് രണ്ടുപേരെയും കുറിച്ച് പറയുന്ന, ഇമ്രഅത്ത ലൂത്തിനെയും കുറിച്ച് പറയുന്നുണ്ട്. ആ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഭാര്യ വേണ്ട രീതിയിൽ അള്ളാഹുവിനെ അനുസരിക്കാത്തതായതുകൊണ്ട് മകൻ ഇങ്ങനെയായിപ്പോയി എന്നതാണ്. ഞാൻ ഈ ഉദാഹരണത്തോടെ പറയുന്നത് ഇപ്പം ആ ക്ലാസ് എടുക്കാനല്ല. ഓരോ ഉമ്മമാരും ചിന്തിക്കേണ്ടത് നമ്മുടെ ടോട്ടൽ കുടുംബത്തിന്റെ ഡിസിപ്ലിൻ നിങ്ങളുടെ കരങ്ങളിലാണ്, നിങ്ങളുടെ മാത്രം കരങ്ങളിലാണ്. എന്താ ആണുങ്ങൾക്ക് എന്താ പണി എന്ന് നിങ്ങൾ ചോദിക്കും. ഒരു വീടിന്റെ ഡിസൈനർ അത് ഉമ്മയാണ്. ഉമ്മമാരെ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് നടക്കൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു മകനെ പറഞ്ഞയക്കുകയാണ് ബ്രിട്ടനിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഉമ്മ കൊടുക്കുന്ന ഉപദേശം എന്താണെന്നറിയോ? മോനെ, നീ പഠിച്ചുയർന്നിട്ട് വലിയ ആളായി പൈസ കൊണ്ടുവന്നിട്ട് എനിക്ക് തിന്നണമെന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തരണം. ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിന്റെ കരങ്ങളിലൂടെ സംഭവിക്കുന്നത് ഞാൻ സ്വപ്നം കാണുന്ന മോനെ എന്ന് യത്തീമായ മകനെ ലണ്ടനിലേക്ക് അയക്കുന്ന സമയത്ത് ഒരു ഉമ്മ കണ്ട സ്വപ്നമാണ്. ആ ഉമ്മക്ക് വേണ്ടിയാണ് അവൻ ജീവിച്ചത്. മൗലാന മുഹമ്മദ് അലി ജൗഹർ അങ്ങനെയാണ് കടന്നു പോകുന്നത്. മൗലാന മുഹമ്മദ് അലി ജൗഹർ തഹജ്ജുദ് ഒഴിവാക്കാത്ത ഒരാളായിരുന്നു എന്ന് കൂടെ നടന്നിരുന്ന ഖമറുദ്ദീൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നീട് വന്നിട്ട് ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കി 80 രാജ്യം ഭരിക്കുന്ന ജോർജിന്റെ നേരെ നോക്കിയിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞത്, മൈ ബിലവഡ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസ് സെഡ് ദാറ്റ്, എന്റെ സ്നേഹവാചനമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പ്രവാചകന്റെ എതിരാളിയായതുകൊണ്ട് പറഞ്ഞു, ഇരിക്കവിടെ, ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ, ഒരിക്കലും പറയരുത് ഈ പേര് ഇവിടെ എന്നാണ് അന്ന് ജോർജ് പറഞ്ഞു. അന്ന് ജോർജ് 80 രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, അഥവാ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ആ സമയത്ത് തന്റെ മേശയിൽ അടിച്ചുകൊണ്ട് എഴുന്നേറ്റൊരു മൗലാന മുഹമ്മദ് അലി ജൗഹർ ഉണ്ട്. Mr. George, if you ask about my nation, firstly, secondly, finally, I'm a Muslim. Mr. George, if you ask about my nation, firstly, secondly, finally, I'm an Indian only, Mr. George. നിങ്ങൾ ചോദിക്കുന്നത് എൻ്റെ മതത്തെക്കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു മുസൽമാൻ മാത്രമാണ് മിസ്റ്റർ ജോർജ്. നിങ്ങൾ ചോദിക്കുന്നത് എൻ്റെ രാജ്യത്തെക്കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും, ഫസ്റ്റ്ലി സെക്കൻഡ്ലി ഫൈനലി, ഐ എം ആൻ ഇന്ത്യൻ. പ്രൗഡ്ലി ഐ ക്യാൻ സേ ഐ എം ആൻ ഇന്ത്യൻ. അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഈ വാക്കിന് ആ മനുഷ്യനെ ഉപയുക്തമാക്കിയത് ഒരു മാതാവാണ്. നിങ്ങൾ പഠിച്ചു നോക്ക്. ചെറുപ്പത്തിലെ ഖുർആൻ ഹാഫിളാക്കി, അദ്ദേഹത്തിനെ പിന്നെ ദർസ് പഠിപ്പിച്ചു. അങ്ങനെ മൗലാന മുഹമ്മദ് അലി ജൗഹറായി. എന്നിട്ടാണ് ലോകത്തിലെ അന്നത്തെ ഏറ്റവും ടോപ്പ് ക്യാമ്പസായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹത്തെ പഠിക്കാൻ വേണ്ടി വിടുന്നത്. ആ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പോയി പഠിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ നിങ്ങൾ ഡോക്ടറാക്കിക്കോ, എഞ്ചിനീയർ ആക്കിക്കോ, മേ ബി കളക്ടർ ആക്കിക്കോ, സയന്റിസ്റ്റ് ആക്കിക്കോ, ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും ടോപ്പ് മനുഷ്യനാക്കിക്കോ. പക്ഷേ അത് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കണം. എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ടായിരിക്കണം.